ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാ ടോക്സ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഹൊറർ ചിത്രമാണ്. നമുക്ക് സിനിമയിലേക്ക് കടക്കാം. കഥ തുടങ്ങുമ്പോൾ ഒരു വണ്ടി റോഡിലൂടെ പോകുന്നത് കാണാം. ആഷ്ലി എന്ന പെൺകുട്ടിയാണ് വണ്ടിയിലുള്ളത്. അവളുടെ ഭർത്താവ് മാക്സ് കഴിഞ്ഞ ഒരു വർഷമായി ജയിലിലായിരുന്നു. ഇന്ന് അവൻ ജയിലിൽ മോചിതനാവുകയാണ്. അവനെ കൂട്ടിക്കൊണ്ടുവരാനാണ് ആഷ്ലി പോകുന്നത്. ജയിലിൽ നിന്ന് ഇറങ്ങിയ മാക്സ് വണ്ടിയിൽ കയറിയ ഉടനെ തന്റെ മകനെ കുറിച്ച് ചോദിക്കുന്നു. അവൻ സുഖമായിരിക്കുന്നുവെന്നും ഇപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയെന്നും ആഷ്ലി പറയുന്നു. വഴിമധ്യേ അവർ ഒരു പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തുന്നു. ആഷ്ലി വണ്ടിയിൽ പെട്രോൾ നിറക്കുമ്പോൾ മാക്സ് അടുത്തുള്ള ഒരു കടയിലേക്ക് പോകുന്നു. അവിടെ ഒരു പോലീസ് ഓഫീസർ കടയുടമയോട് കാണാതായ ഒരാളെ കുറിച്ച് ചോദിക്കുകയായിരുന്നു. ഈ കാടുകളിൽ പണ്ട് ബിഗ് ഫൂട്ട് എന്ന വിചിത്ര ജീവികൾ ജീവിച്ചിരുന്നുവെന്നും അവനാണ് ആളെ പിടിച്ചോണ്ട് പോയതെന്നും കടയുടമ പറയുന്നു. പോലീസ് ഇത് വിശ്വസിക്കാതെ എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കാൻ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. മാക്സ് പുറത്തേക്ക് വരുമ്പോൾ ആ പ്രദേശത്തെ ചില ആളുകൾ വേട്ടയാടാൻ പോകുന്നത് കാണുന്നു. അവർ മാക്സിനെ ക്രിമിനൽ എന്ന് വിളിച്ച് കളിയാക്കുന്നു. അവർ അവരെ അവഗണിച്ച് വണ്ടി ഓടിച്ചു പോകുന്നു. യാത്രക്കിടക്ക് മാക്സ് മദ്യപിക്കാൻ തുടങ്ങിയതോടെ ആഷിക്ക് ദേഷ്യം വരുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ആൽക്കഹോൾ ഉപയോഗിക്കുന്നതിനെ ചൊല്ലി അവർ തമ്മിൽ വണ്ടിയിൽ നിന്ന് വലിയ തർക്കമുണ്ടാകുന്നു. തർക്കത്തിനിടയിൽ വണ്ടിയുടെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ വരുന്നത് അവർ ശ്രദ്ധിച്ചില്ല. വണ്ടി ആ മനുഷ്യന്റെ മേൽ ശക്തമായി ഇടിക്കുന്നു. വണ്ടി നിർത്തി നോക്കുമ്പോൾ ആ മനുഷ്യന്റെ രണ്ടു കാലുകളും ശരീരത്തിൽ നിന്ന് വേർപെട്ട നിലയിലായിരുന്നു. ഏതെങ്കിലും കാട്ടുമൃഗം അവനെ ആക്രമിച്ചതുപോലെ തോന്നിച്ചു. പെട്ടെന്ന് ആ മനുഷ്യൻ ചലിക്കാൻ തുടങ്ങിയതോടെ ആഷിലി പോലീസിനെ വിളിക്കാൻ ഓടുന്നു. മാക്സ് തടയാൻ ശ്രമിച്ചെങ്കിലും ആഷിലി പോലീസിനെ വിളിച്ച് ലൊക്കേഷൻ കൈമാറുന്നു. ആ സമയത്ത് കാട്ടിൽ നിന്ന് ആരോ അവർക്ക് നേരെ കല്ലെറിയാൻ തുടങ്ങി. വണ്ടിയുടെ പിന്നിൽ ഒളിച്ച മാക്സ് തല പുറത്തേക്ക് ഇട്ടപ്പോൾ ഒരു വലിയ കല്ല് വന്ന് അവന്റെ തലയിൽ ഇടിക്കുകയും അവൻ താഴെയുള്ള പുഴയിലേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു. ബോധരഹിതനായ മാക്സിനെ രക്ഷിക്കാൻ ആഷ്ലി പുഴയിലേക്ക് ചാടുന്നു. പുഴയിലെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് അവർ കുറെ ദൂരം മുന്നോട്ട് നീങ്ങി. ഒടുവിൽ ആഷ്ലി അവനെ കരക്ക് കയറ്റി CPR നൽകി അവന്റെ ബോധം തിരികെ വരുത്തുന്നു. കടുത്ത തണുപ്പ് കാരണം രണ്ടുപേരും ഇറക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം അപകടം നടന്ന സ്ഥലത്ത് കാട്ടിൽ നിന്ന് ബിഗ് ഫൂട്ട് പുറത്തേക്ക് വരുന്നു. അവൻ അവരുടെ വണ്ടി പുഴയിലേക്ക് തള്ളിയിട്ട ശേഷം അപകടത്തിൽപ്പെട്ട ആ മനുഷ്യന്റെ ഡെഡ് ബോഡി കൊണ്ടുപോകുന്നു. കരയിലായിരുന്ന ആഷ്ലിയും മാക്സും ഒരു ലൈറ്റിന്റെ സഹായത്തോടെ തീ കൂട്ടി വസ്ത്രങ്ങൾ ഉണക്കാൻ വെക്കുന്നു. വഴിയിൽ വെച്ച് പോലീസ് ഓഫീസർ കാണാതായ ആളുടെ ഭാര്യയെ കാണുകയും അവളെ ആശ്വസിപ്പിച്ച് തിരികെ സ്റ്റേഷനിലേക്ക് വിടുകയും ചെയ്യുന്നു. സ്റ്റേഷനിലെത്തിയ പോലീസ് ഓഫീസറോട് ഡെപ്യൂട്ടി ബിഗ് ഫൂട്ടിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും ഓഫീസർ അത് വെറും കഥയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു. അപ്പോഴാണ് പോലീസിന് ആഷിലയുടെ ഫോൺ കോൾ വരുന്നത്. അവർ ലൊക്കേഷനിലെത്തി പുഴയിൽ കിടന്ന വണ്ടി പുറത്തെടുക്കുന്നു. അതിൽ നിന്ന് മാക്സിന്റെയും ആഷിലിയുടെയും ചിത്രങ്ങൾ കിട്ടുന്നതോടെ അവരെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് ഉത്തരവിടുന്നു. ആഷിലി നോക്കുമ്പോൾ അവരുടെ വസ്ത്രങ്ങളൊന്നും കാണാനില്ലായിരുന്നു. മാക്സ് തന്റെ വസ്ത്രങ്ങൾ അവൾക്ക് നൽകുന്നു. അവർ പുഴയുടെ അടുത്തുള്ള വഴിയിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ ബിഗ് ഫൂട്ട് അവരെ രഹസ്യമായി പിന്തുടരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വെടിവെച്ച് കേട്ട് അവർ നോക്കുമ്പോൾ ഗ്യാസ് സ്റ്റേഷനിൽ കണ്ട വേട്ടക്കാരെ കാണുന്നു. സഹായത്തിനായി മാക്സ് അവരുടെ അടുത്ത് ചെല്ലുന്നു. ആ സംഘത്തിന്റെ നേതാവായ ബിഡിയോടും ആളുകളോടും ഫോൺ ആവശ്യപ്പെട്ടെങ്കിലും അവർ സഹായിക്കാൻ കൂട്ടാക്കുന്നില്ല. ഈ സമയം ഒളിച്ചു നിന്ന ആഷിലിയുടെ പിന്നിലെത്തിയ ബിഗ് ഫൂട്ട് അവളുടെ മുടി മുറിച്ചെടുക്കുന്നു. ഭയന്നോടെ ആഷിലിയെ കണ്ട് വേട്ടക്കാർ പരിഹസിക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ ബിഡി അവൾക്ക് വസ്ത്രങ്ങൾ നൽകി കൂടെ കൂട്ടുന്നു. കാട്ടിലൂടെ പോകുന്നതിനിടയിൽ ബിഡി ആഷിലിയെ കുറിച്ച് മോശം വാക്കുകൾ പറയുന്നു. മാക്സിന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും വേട്ടക്കാരുടെ എണ്ണം കൂടുതലായതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആ സമയം സംഘത്തിലെ രണ്ടുപേർ മാറി നടക്കുമ്പോൾ ബിഗ് ഫൂട്ട് അവരെ അമ്പെയ്ത് കൊല്ലുന്നു. അതിലൊരാളുടെ രണ്ടു കണ്ണുകളും കുത്തിപ്പൊടിച്ച് തല തിരിച്ചു കളയുന്നു. ഇതറിയാതെ അവരെ തിരിഞ്ഞു വന്ന മൂന്നാമത്തെ കൂട്ടുകാരനെയും ബിഗ് ഫൂട്ട് മഴുകൊണ്ട് തല വെട്ടി ശരീരത്തിൽ നിന്ന് വേർപെടുത്തുന്നു. ബിഗ് ഫൂട്ട് ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് നീങ്ങുന്നു. പെട്ടെന്ന് ഒരു അമ്പേറ്റ് സംഘത്തിൽ അടുത്ത ആൾ മരിക്കുന്നു. ബിഗ് ഫൂട്ടിനെ കണ്ട ഒരാൾ ഭയന്ന് വെടിയുതിർക്കുന്നതിനിടയിൽ സ്വന്തം കൂട്ടുകാരന് വേണ്ടി വെടിയുതിർത്ത അവൻ മരിക്കുന്നു. ഇതിനിടയിൽ മാക്സിന് വെടിയേറ്റ് അവൻ ബോധരഹിതനായി വീഴുന്നു. വെടിവെച്ചവന്റെ ഉണ്ടകൾ തീർന്നതോടെ ബിഗ് ഫൂട്ട് അവന്റെ കഴുത്തിറക്കുന്നു. ഒളിച്ചിരുന്ന ആഷിലെയും മറ്റൊരു വേട്ടക്കാരനെ ബിഗ് ഫൂട്ട് കണ്ടെത്തുന്നു. ആ മനുഷ്യനെ വായ നടുവേ കീറി കൊന്ന ശേഷം ബിഗ് ഫൂട്ട് ആഷിലിക്ക് നേരെ അമ്പെയ്ത് അവളെയും താഴെയിടുന്നു. ബിഗ് ഫൂട്ട് ആഷിലിയെ എടുത്ത് മാക്സ് കിടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു. മാക്സിനെ കൊല്ലാൻ ആഞ്ഞ ബിഗ് ഫൂട്ട് ആഷിലിയുടെ മുഖം കണ്ട് എന്തോ ചിന്തിച്ചു നിൽക്കുന്നു. ആ സമയം അവിടെ എത്തിയ ബിഡി പിന്നിൽ നിന്നും ബിഗ് ഫൂട്ടിന്റെ തോളിലേക്ക് വെടിയുതിർക്കുന്നു. പരിക്കേറ്റ ബിഗ് ഫൂട്ട് ബിഡിയെ അടിച്ച് ബോധം കെടുത്തുന്നു. തുടർന്ന് മാക്സിനെ അവിടെ ഉപേക്ഷിച്ച് ആഷിലെയും ബിഡിയെയും മാത്രം അവൻ കാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. പോലീസ് സ്റ്റേഷനിൽ ഡെപ്യൂട്ടിക്ക് ബിഗ് ഫൂട്ടിന്റെ കഥകളിൽ വിശ്വാസം വരുന്നു. ബോധമില്ലാതെ കിടക്കുന്ന മാക്സിന്റെ അടുത്തേക്ക് രക്തം പുരണ്ട നഖങ്ങളുള്ള മറ്റൊരു ജീവി വരുന്നു. ആ വിചിത്ര ജീവി ഒരു പിശാചിനെ പോലെയുള്ള വൃദ്ധയായിരുന്നു. മാക്സിന് ജീവനുണ്ടെന്ന് കണ്ട് അവൾ അവനെ തന്റെ കുടിലേക്ക് കൊണ്ടുപോകുന്നു. അവളുടെ വീട്ടിൽ നിറയെ എല്ലുകളും ചിലന്തികളും കുപ്പികളിൽ അടച്ച ജീവികളും ഉണ്ടായിരുന്നു. അവൾ മാക്സിന്റെ ശരീരത്തിലെ വെടിയുണ്ടകൾ പുറത്തെടുത്ത് വിചിത്രമായ ചില സാധനങ്ങൾ കഴിച്ച അവന്റെ മുറിവിലേക്ക് തുപ്പുകയും മുറിവുകൾ തുന്നിക്കെട്ടുകയും ചെയ്യുന്നു. ബോധം വന്ന ആഷ്ലി കാണുന്നത് താൻ ബിഗ് ഫൂട്ടിന്റെ ഗുഹയിൽ കെട്ടിയിട്ട നിലയിലായിരിക്കുന്നതാണ്. അവിടെ ബിഡിയുടെ മൃതദേഹത്തിൽ നിന്ന് ബിഗ് ഫൂട്ട് അവയവങ്ങൾ പുറത്തെടുക്കുന്നത് കണ്ട് അവൾ ഭയക്കുന്നു. മറുവശത്ത് പോലീസ് ഓഫീസറും ഡെപ്യൂട്ടിയും ക്യാൻസർ ബാധിച്ച ഒരു സ്ത്രീക്കായി നടത്തുന്ന വിചിത്രമായ ആചാര ചടങ്ങിൽ പങ്കെടുക്കുന്നു. അവിടെയുള്ള പ്രത്യേക ഡ്രിങ്ക് കുടിച്ച പോലീസ് ഓഫീസർക്ക് ഭയപ്പെടുത്തുന്ന കാഴ്ചകൾ കാണാൻ തുടങ്ങുന്നു. ചടങ്ങ് നിർത്തുന്നയാൾ ആ സ്ത്രീയുടെ വയറ് കീറി അവളുടെ ക്യാൻസർ ഭേദമാക്കുന്നു. ഭയന്നോടിയ ഓഫീസർ അടുത്ത ദിവസം രാവിലെ കാട്ടിൽ വെച്ച് മാക്സിനെ കാണുന്നു. ഓഫീസർ മാക്സിനോട് ബിഗ് ഫൂട്ടിന്റെ കഥ പറയുന്നു. അത് പണ്ട് അവരുടെ ഗോത്രത്തിലെ ക്രൂരനായ ഒരു പഴയ നേതാവിന്റെ ആത്മാവാണ്. അവൻ ആഷിലിയെ പിടിച്ചോണ്ട് പോയിട്ടുണ്ടെന്നും പരിക്കേറ്റ അവനെ കൊല്ലാൻ ഇതാണ് നല്ല സമയമെന്നും ഓഫീസർ പറയുന്നു. ബിഗ് ഫൂട്ടിന് തോക്കിന്റെ ഉണ്ടകളുടെയും
മനുഷ്യന്റെയും മണം പിടിക്കാൻ കഴിയും. അതുകൊണ്ട് അവർ തങ്ങളുടെ ശരീരത്തിൽ ഒരു പ്രത്യേക ദ്രാവകം പുരട്ടുന്നു. അവരെ സഹായിക്കാൻ ആ വൃദ്ധ വലിയ ശബ്ദത്തിൽ ഡ്രംസ് അടിക്കുന്നു. ഗുഹയിൽ വെച്ച് ബിഗ്ഫൂട്ട് ആഷ്ലിയെ നിർബന്ധിച്ച് മനുഷ്യ മാംസം കഴിപ്പിക്കുന്നു. അതിനിടയിൽ കിട്ടിയ ഒരു അസ്ഥി കഷ്ണം പൊട്ടിച്ച് ആഷ്ലി ബിഗ്ഫൂട്ടിനെ കുത്തുന്നു. ഡ്രമ്മിന്റെ ശബ്ദം കേട്ട് ബിഗ്ഫൂട്ട് പുറത്തു പോയതോടെ ആഷ്ലി അവളെ കെട്ടിയിട്ട കയറ് അറുത്തിട്ട് അവിടുന്ന് ഒരു തോക്കും വസ്ത്രവുമായി രക്ഷപ്പെടുന്നു. കാട്ടിൽ വെച്ച് ബിഗ്ഫൂട്ട് പോലീസ് ഓഫീസറെ ക്രൂരമായി കഴുത്തറുത്ത് കൊല്ലുന്നു. ഇത് കണ്ട് മാക്സ് ഓഫീസറുടെ തോക്കുമായി മുന്നോട്ട് നീങ്ങുന്നു. വഴിയിൽ വെച്ച് അവൻ ആഷ്ലിയെ കാണുന്നു. ബിഗ്ഫൂട്ടിനെ കൊല്ലാതെ പോകില്ലെന്ന് ഉറപ്പിച്ച അവൻ നേരെ വെടിവെക്കുന്നു. വെടിയേറ്റിട്ട് മരിക്കാത്ത ബിഗ്ഫൂട്ട് മാക്സിനെ ദൂരേക്ക് എറിയുന്നു. മാക്സ് കത്തി കൊണ്ട് അവനെ കുത്തുന്നു. അപ്പോൾ അവിടെ നിന്ന് ഓടാൻ ശ്രമിച്ച മാക്സിന്റെ കാല് ബിഗ്ഫൂട്ട് വെച്ചിരുന്ന വലിയ കെണിയിൽ കുടുങ്ങുന്നു. ബിഗ്ഫൂട്ട് വീണ്ടും അടുത്തേക്ക് വന്നതോടെ മാക്സ് ഒരു തടിക്കഷ്ണം കൊണ്ട് അവന്റെ തലയിൽ തുരുതുര അടിക്കുന്നു. ഒടുവിൽ ബിഗ്ഫൂട്ട് ചത്തു വീഴുന്നു. അവൻ ഇനി എഴുന്നേൽക്കരുത് എന്ന് കരുതി മാക്സ് ഒരു വലിയ കല്ലെടുത്ത് അവന്റെ തലക്കടിച്ച് തല അടിച്ചു പൊട്ടിക്കുന്നു. ആശി സുരക്ഷിതമായി മെയിൻ റോഡിൽ എത്തിച്ചേരുന്നു. കാട്ടിൽ തളർന്നിരുന്ന മാക്സ് എഴുന്നേൽക്കാൻ തുടങ്ങിയതും എവിടെ നിന്നോ വന്ന 2 അമ്പുകൾ അവന്റെ വയറ്റിൽ തറക്കുന്നു. അവൻ താഴേക്ക് വീഴുമ്പോൾ കാണുന്നത് തന്റെ ചുറ്റും നിൽക്കുന്ന ധാരാളം ബിഗ്ഫൂട്ടുകളെയാണ്. അതായത് ആ കാട്ടിൽ ഒരു ബിഗ്ഫൂട്ടും മാത്രമല്ല, പുരാതന ഗോത്ര തലവന്മാരുടെ ഒരുപാട് ആത്മാക്കൾ ഉണ്ടായിരുന്നു. ആ ഞെട്ടിക്കുന്ന കാഴ്ചയോടെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.